ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ റസൂൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറേ നാളായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പാക്കിങ്ങിനെ കുറിച്ചിട്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അധികം പൈസ ഇറക്കാതെ നല്ല രീതിയിൽ തന്നെ കസ്റ്റമറുടെ അടുത്ത് പൊട്ടാതെ എത്തുന്ന ടൈപ്പിൽ പാക്ക് ചെയ്യാനാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ, എന്തൊക്കെ മെറ്റീരിയൽസാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസ്, എങ്ങനെയാണ് പാക്കിങ്, അതിനെ കുറിച്ചിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഇഷ്ടമായി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ 2 ടൈപ്പ് ഓഫ് ബോക്സസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഫ്രെയിംസും അതിനെക്കുറിച്ച് ബൊക്കേനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബൊക്കേനെ കുറിച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബോക്സസിൻ്റെ കട്ടി അനുസരിച്ചിട്ടാണ് നമ്മുടെ പാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഫസ്റ്റ് ആയിട്ട് ഞാൻ മെറ്റീരിയൽസിനെ കുറിച്ച് പറയാം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ ഈ ഒരു തെർമാക്കോൾ എന്ന് പറഞ്ഞത്. മസ്റ്റായിട്ടും എല്ലാ ക്രാഫ്റ്ററും ഫോളോ ചെയ്യേണ്ട ഒരു സാധനം കേട്ടോ ഇതെന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തെർമാക്കോൾ വെച്ച് പാക്ക് ചെയ്തായിട്ടും ഒരിക്കലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഇല്ല. എൻ്റെ ഒരു ഓൺ റിവ്യൂ ആണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ തെർമാക്കോൾ വെക്കുമ്പം അതിൻ്റെ വെയിറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എടുത്തെറിയുകയാണെങ്കിൽ പോലും ഒന്നും സംഭവിക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഫ്രെയിംസ് ഒക്കെ പാക്ക് ചെയ്യുന്നത് ഇതുപോലെ തെർമാക്കോൾ വെച്ചിട്ടാണ്. പിന്നെ രണ്ടാമത് വന്നിട്ട് നമുക്ക് എപ്പോഴും പൊതിയുന്ന പേപ്പർ ഉണ്ടാവുമല്ലോ, ആ ഒരു പേപ്പറിന് ഭയങ്കര ചിലവായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ റോള് വാങ്ങുക. നമ്മൾ വെഡ്ഡിങ്ങിലൊക്കെ ടേബിളിൽ വിരിക്കുന്ന ടൈപ്പ് ഓഫ് റോളാണ്. ഇത് ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ കഴിഞ്ഞതാട്ടോ. അപ്പം അത് 80 രൂപയ്ക്കൊക്കെ നമുക്ക് വലിയ സാധനമായിട്ട്, അതായത് വലിയൊരു ഷീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇതുപോലത്തെ ബബിൾ റാപ്പ്, ക്ലിംഫിൽ, ഇതൊക്കെയാണ്. ഇതൊക്കെ ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ഫ്രെയിംസ് ഒക്കെ പാക്ക് ചെയ്യുമ്പോഴാണ്. പിന്നെ ബോക്സിൻ്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കട്ടി കുറഞ്ഞ ടൈപ്പ് ബോക്സ് ആണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ തെർമാക്കോൾ വെച്ച് പാക്ക് ചെയ്താലേ നമുക്ക് ആ ഒരു സാധനം സേഫ് ആയിട്ട് അവിടെ എത്തത്തുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊറിയർ അയക്കുമ്പോൾ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു കൊറിയർ ബോക്സ് അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചിലപ്പോൾ വെയിറ്റ് കൂടുതലുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിടും. ആ സമയത്ത് ഈ വെയിറ്റ് ഇതിന് താങ്ങാൻ പറ്റാതെ ഇത് ചളിഞ്ഞു പോകാനും ഇതിലുള്ള ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കേടുവരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ തെർമാക്കോളൊക്കെ വെച്ച് പാക്ക് ചെയ്യുമ്പം ആ ഒരു വെയിറ്റ് ഇതിന് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടൊന്നാണ് ഈ ഒരു തെർമാക്കോൾ എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് 40 രൂപയ്ക്കാണ് റേറ്റ് വരാറുള്ളത്. ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് 3 2 ഒക്കെ ആയിട്ട് അങ്ങനെ പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് മേടിച്ച് വെക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ബൊക്കറ്റ്സ് ഒക്കെ എങ്ങനെ പാക്ക് ചെയ്യാന്നുള്ളത്. ബൊക്കറ്റ് ഞാൻ 149 കൊടുക്കുന്ന എൻ്റെ ബൊക്കറ്റ്സ് ഞാൻ പാക്ക് ചെയ്യാറുള്ളത് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു ബോക്സൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് പോയി കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഓർഡേഴ്സ് 1 2 ഒക്കെ ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടും. അപ്പം അത് അതിലിട്ടിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഇതുപോലെ തന്നെ ബോക്സ് ആക്കിയിട്ട് ആ ഒരു ബോക്സിലിട്ടിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കാറിട്ട്. അല്ലാതെ നോർമലി കവർ ചെയ്ത് അയക്കാറില്ല. അങ്ങനെ ആകുമ്പോൾ ഡാമേജ് വരും. അപ്പോൾ ഈ ഒരു ബോക്സ് ഇങ്ങനെ കവർ ചെയ്തു. രണ്ടാമത്തെ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞത് നല്ല കട്ടിയുള്ള ബോക്സാണ്. ക്രാഫ്റ്റേഴ്സ് ആണെങ്കിൽ അറിയുന്നുണ്ടാവും, ഇങ്ങനത്തെ ബോക്സൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും. എങ്ങനെ എടുത്തെറിഞ്ഞാലും വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ. അപ്പം ഇത് ഞാൻ സ്ക്രാച്ചസ് വരാതിരിക്കാൻ വേണ്ടി ക്ലിംഫിൽ വെച്ച് കവർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു റാപ്പിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനം അയക്കുകയും ചെയ്യാം. മാത്രമല്ല നമുക്ക് അത്ര കോസ്റ്റ് ആവത്തുമില്ല പാക്കിങ്ങിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ കോസ്റ്റ് കുറക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞത് ഞാൻ ചെറിയ മിനി ഫ്രെയിംസ് അങ്ങനത്തെ സെറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതിനാണ് വാങ്ങിയത്. ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. വീഡിയോ അത്രേ ഉള്ളൂ, ഒരു കുട്ടി വീഡിയോ ആണ് പാക്കിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതിലുള്ള ടാറ്റാ.